എന്താ പറയേണ്ടതെന്നറിയാത്തൊരു വീഡിയോ. എന്തിനെക്കുറിച്ചാണെന്ന് തമ്പ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷെ എങ്ങോട്ടാണ് നമ്മുടെ ഈ ഒരു സംസ്ഥാനം പോകുന്നത്, അല്ലെങ്കിൽ ലോകം എന്ന് പറയാം, പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വരും എന്ന് സത്യം പറഞ്ഞാൽ ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാൻ വിചാരിച്ചിട്ടില്ല. അതായത് 10th പഠിക്കുന്ന കുട്ടി, ആ കുട്ടി കൊല്ലപ്പെടുകയാണ്. ആര് കാരണം? അവൻ്റെ സഹപാഠികൾ കാരണം. ഗ്രൂപ്പായിട്ട് കൊന്നാൽ, ഗ്രൂപ്പായിട്ട് ആക്രമിച്ചാൽ പോലീസ് കേസെടുക്കില്ല അത്രേ. ഒരു കണ്ടുപിടിച്ചതാണ്. ഒരു കണ്ടുപിടിച്ച നിയമത്തിൻ്റെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഗ്രൂപ്പായിട്ട് ആക്രമിച്ച് അതിലൊരുത്തൻ മരിച്ചാൽ ഒരു പ്രശ്നമില്ല, ഇവിടെ സുഖമായിട്ട് ജീവിക്കാം എന്നല്ലേ അവർ കൊടുക്കുന്ന മെസ്സേജ്. ഇവർക്ക് എവിടെ നിന്നാണ് ഈ മെസ്സേജ് കിട്ടിയത്? എങ്കിൽ ഈ തെറ്റിദ്ധാരണ ഇവരിൽ എങ്ങനെ ഉണ്ടായി? എങ്ങനെ ഇവർക്ക് ഇതിനുള്ള ധൈര്യം വരുന്നു? ഒരാളെ തല്ലിക്കൊല്ലാൻ, അല്ലെങ്കിൽ ഒരാളെ കുത്തിക്കൊല്ലാൻ, വെട്ടിക്കൊല്ലാൻ എങ്ങനെ ധൈര്യം കിട്ടുന്നത്? കഴിഞ്ഞ ദിവസത്തെ ന്യൂസിൽ നമ്മൾ 23 വയസ്സുള്ള ഒരു യുവാവ് 5 പേരെ കൊന്നത് നമ്മൾ കണ്ടതാണ്. അതും അതിക്രൂരമായി ചുറ്റുകയും കൊണ്ടടിച്ചു. അതിനു മുൻപും പല ന്യൂസ്, ഇന്നും നാളെയും എന്ന് പറഞ്ഞ പോലെ അതിന് മുന്നത്തെ ദിവസവും ഒക്കെ ഇതുപോലത്തെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ന്യൂസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ന്യൂസ് ഈ രീതിയിലാവുന്നതെന്ന് നമുക്കറിയില്ല. നേരത്തെയൊക്കെ ന്യൂസ് ചാനലുകാർ പറയുമ്പോൾ പറയാറുണ്ട്. ഇപ്പം ന്യൂസ് ചാനലുകാർക്കൊന്നും കൂട്ടി പറയേണ്ട ആവശ്യമില്ല. കാരണം നടക്കുന്നത് അതിനും എക്സാജറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ബൈ പ്രൊഫഷൻ ഞാനൊരു ടീച്ചറാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ആശങ്കയുണ്ട്. ടീച്ചിങ് എന്ന് പറഞ്ഞ ജോബ് എല്ലാവരും പറയും വളരെ സേഫ് ആയിട്ടുള്ള ജോബ്. ഇപ്പം ആ പറയുന്നവർ പറയുമോ എന്ന് എനിക്കറിയില്ല. വളരെ സേഫായിട്ടുള്ള ജോബാണോ ഇത്? ഇത്തരം കുട്ടികളെയാണല്ലോ നമ്മളൊക്കെ പഠിപ്പിക്കുന്നത്. എല്ലാവരും അങ്ങനെയൊന്നല്ല, എന്നാലും അവർക്കിടയിൽ ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ടായി വരുന്നല്ലോ. എന്താണ് അതിൻ്റെ റീസൺ? ലഹരിയാണോ? ഇനി അതോ വയലൻസ് പോർട്രേ ചെയ്യുന്ന മൂവീസാണോ? ഇനി അതോ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടാണോ? ഗെയിംസാണോ? സോഷ്യൽ മീഡിയ ആണോ? അറിയില്ല. അതോ ഇവരുടെയൊക്കെ ഇന്നേറ്റ് ക്യാരക്ടറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എങ്ങനെയാണ് ഇവർക്കൊക്കെ ഒരാളെ കൊല്ലാൻ പറ്റുന്നത്? ഒരു ജീവിനെ പോലും കൊല്ലുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പച്ച ജീവനോടുകൂടി മനുഷ്യനെ ഇങ്ങനെ കൊല്ലാൻ പറ്റുന്നത്? ആ രീതിയിൽ ഇവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെ വളർത്തി എടുക്കാൻ പറ്റി? എങ്ങനെ വളർന്നു വന്നു? നമുക്കറിയില്ല. എങ്ങോട്ടാണ് നമ്മുടെ ഈ ഒരു ലോകം പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ ജനറേഷൻ, നമ്മളൊക്കെ 90s കിഡ്സ്, നമ്മളൊക്കെ 10th ക്ലാസ്സിൽ പഠിക്കുന്ന നമുക്ക് ഓർമ്മയുള്ള എന്താ? എന്തെങ്കിലും ഓട്ടോഗ്രാഫ് എഴുതിയതോ, വല്ല ന്യൂ സ്റ്റുഡൻസ് വരുവാണെങ്കിൽ നമ്മുടെ അടുത്ത് ഇരുത്താതെ പുറത്തെ സീറ്റിലേക്ക് ഇരുത്തിയതോ, അവരുടെ ബുക്ക് വല്ലതും മാറ്റി വെച്ചതോ, ഇങ്ങനത്തെയൊക്കെ സ്റ്റോറീസാണ് നമുക്ക് കേൾക്കാനുള്ളൂ. കൂടിപ്പോയാൽ അതിന് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പണിഷ്മെൻറ്റ് അപ്പം തന്നെ കിട്ടുകയും ചെയ്യും, അപ്പം തന്നെ അത് മാറുകയും ചെയ്യും. ഇപ്പം ഇനിയിപ്പോൾ ടീച്ചേഴ്സ് പണിഷ് ചെയ്യാത്തതാണോ പ്രശ്നം? ഇങ്ങനത്തെ കുട്ടികളെ നമ്മളെങ്ങനെയാണ് പണിഷ് ചെയ്യുക? ഒരു നാളെ നമ്മളെന്തായിരിക്കും ചെയ്യുക? നമ്മുടെ ജീവിതം തന്നെ ഇത് ഭീഷണിയല്ലേ? ഒരു മാറിയ സിസ്റ്റം വരേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.